ശ്രീ ബഷീർ അഹമ്മദ് സിദ്ദീഖ്, ശ്രീ CH ഹംസ എന്നിവർക്കും എൻ്റെ പേരിലും കുമ്പളൂർ ജില്ല ശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയുടെ ഔപചാരിക ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാവരെയും തയ്യാറാക്കിയതിന് അഭ്യർത്ഥിക്കുകയാണ്. യന്ത്രം മത്സരാർത്ഥികളെ അവരുമായി അഗ്നിമിസൈല എക്സ്പ്രസ് ഹൈവേ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്പ്രസ് ഹൈവേ ഉണ്ടെന്നാ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞോളൂ. നിലവിലെ റെയിലുണ്ട്. റെയിലിന്റെ മുകളിലായിട്ട് പില്ലർ നിർമ്മിക്കാൻ കുറെ സ്ഥലം ആവശ്യം വരുന്നത്. ധാരാളം കുടുംബങ്ങൾ കുടിയൊഴുകയും മലിനീകരണ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇത് തടയാൻ വേണ്ടിയിട്ട് റെയിലിന്റെ കയറ്റി പില്ലറുകൾ സ്ഥാപിച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് റോഡ് സ്ഥാപിക്കുന്നത്. ഇതിന് നൂതന പരീക്ഷ കൂടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ കമ്പിൽ കയറുമ്പോൾ ഇതുമായി ഘടിപ്പിച്ചുള്ള പിസ്റ്റൺ താങ്ങുന്നു. അതിന്റെ താഴെ ഭാഗത്ത് ഒരു പിസ്റ്റൺ അതും ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഗ്യാസ് ചേമ്പർ ഇറക്കി വെക്കുന്നു. അപ്പോൾ ഇത് വാഹനങ്ങൾ വരുമ്പോൾ ഇത് പിസ്റ്റൺ കളിക്കുമ്പോൾ ഗ്യാസ് ചേമ്പർ വായുവിനെ വിടുവാകുന്നു. ഈ വായു ഉരുക്കുവയ്പുള്ള കാലത്ത് ടർബൈൻ കളിക്കുന്നു. ആ വൈദ്യുതി സ്റ്റോർ ചെയ്ത് ലൈറ്റ് സെൻസുള്ള ಓಟುಗಳ ಸಂತೋಲನಾವಸ್ಥೆ ಕನ್ನಡ ಹೇಳಿ ಕನ್ನಡದಲ್ಲಿ ಹೇಳಿ ಇವರಿಗೆ ಕನ್ನಡ ಅರ್ಥ ಆಗ್ತದೆ. ಈಗ ಬೋಟ್ ಚಲಿಸ್ತಾ ಇರುವಾಗ ಅದು ಒಂದು ಕಡೆಗೆ ಹೀಗೆ ಬಾಗಿದ್ರೆ ಆಗ ಇಲ್ಲಿ ಇದುಂಟು ಪಾದರಸ ಹೀಗೆ ಸೂಚಿಸುತ್ತದೆ. ಆಗ ಇಲ್ಲಿಯ ಜಲಚಕ್ರ ವೇಗವಾಗಿ ಪ್ರವರ್ತಿಸಿ ಅದನ್ನು ಸಮಸ್ಥಿತಿಗೆ ತಗ ಇಲ್ಲಿ ಈ ಜಲಚಕ್ರ ವೇಗವಾಗಿ ಪ್ರವರ್ತಿಸಿ ಲೋಕ ಸಮಸ್ತ ಸುಖಿನೋ എന്ത് പ്രൊജക്റ്റാണ് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്ലാസ്റ്റിക്കിൽ നിന്നും ഇന്ധനവും വൈദ്യുതി ഉണ്ടാക്കുന്നത് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലേക്ക് ഇവിടെ നിന്നും ഡീസലും പെട്രോളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ള ജനറേറ്റർ വഴി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഏത് സ്കൂളാണ്? Pass through the rubber hump, the air pressure is collected in the metal collector. Then it goes to air compressor through pipe. In the air compressor, the pressure of the air will increase, so it will be able to rotate the turbine. What's your opinion? Then the dynamo which is attached to this makes the mechanical energy into electricity. Here there are three factors. ഏഴ് കൊടുക്കാം. 6 മതി. എത്രയും പെട്ടെന്ന് IT ലാബ് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. റിപ്പോർട്ട് ഇമീഡിയറ്റ്ലി 304 ഒരറിയിപ്പ്. ഈ അറിയിപ്പ് ഉണ്ടാകും. മറ്റൊരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. മേളയുടെ ഭാഗമായിട്ടുള്ള ഭക്ഷണം കൂട്ടുപുരയാണിത്. ഏകദേശം 1000 ചില്ലറ കുട്ടികൾ ഭക്ഷണം കഴിച്ചു പോയി. ഇനിയും
ബാക്കി കുട്ടികൾ ഏകദേശം 2,500-ഓളം കുട്ടികൾ ഇനിയും ഭക്ഷണം കഴിക്കാൻ ബാക്കിയുണ്ട്. അവരുടെ പരിപാടിയുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതനുസരിച്ച് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ്. വിശാലമായ സൗകര്യമാണ് ഇവിടെ ഭക്ഷണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. രണ്ടരക്കോ 2:30 മണി. ഫെയർ മുഗരാനിലേക്ക് കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഈ വർഷമാണ് അതിന് അവസരം ലഭിച്ചത്. ഈ വർഷത്തെ സയൻസ് ഫെയർ വളരെയധികം വിജയമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ വിഭാഗം ആൾക്കാരുടെയും സഹകരണം ഇത് കിട്ടിയിട്ടുണ്ട്. PTA-ക്കാരുടേത്, അധ്യാപകരുടേത്, പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ സംഘടനകളും, രക്ഷിതാക്കൾ എല്ലാവരും പരമാവധി അവരുടെ കഴിവിൻ്റെ പരമാവധി സഹകരിച്ചിട്ടുണ്ട്. കുട്ടികളിൽ ഇപ്പം തന്നെ ഒരുപാട് ഐറ്റംസിൽ നമുക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഇതുവരെ അടുത്ത കാലത്ത് നടത്തുന്ന മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് ഫസ്റ്റ് A ഗ്രേഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭാവിയിൽ അവരുടെ പഠനത്തിലും മറ്റും ഇത് പ്രയോജനപ്പെടും. എന്താണ് സയൻസ് ഫെയർ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്.